വെൽക്കം ബാക്ക് ടു സണ്ണി സൈഡ്. ഈ കാണുന്ന സിൽവർ സ്റ്റാലിൻ്റെ എക്സോസ്റ്റ് ഞാൻ വാങ്ങി വെച്ചിട്ട് ഇപ്പോൾ ഒരു 4 മാസം കഴിഞ്ഞു. ഞാൻ വണ്ടി വാങ്ങി ഓൾമോസ്റ്റ് ഒരു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ആലോചിക്കുന്നതായിരുന്നു ഒരു എക്സോസ്റ്റ് വാങ്ങി വെച്ചാലോ എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് റെഡ് റൂസ്റ്റർ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ് റൂസ്റ്ററിൻ്റെ ലെങ്ത്ത് കമ്പയർ ടു സിൽവർ സ്റ്റാലിൻ ഒരു ഇത്തിരി കൂടുതലാണ്. ഈ കാണുന്നത് ചിലപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എനിക്കതെന്തോ അന്ന് കാണുമ്പോഴേ ഒരു സുഖം തോന്നിയിരുന്നില്ല. പിന്നെ ഈ അടുത്താണ് പവർ റേഞ്ചിൻ്റെ ഒരു എക്സോസ്റ്റ് വന്ന് തുടങ്ങിയത്. പക്ഷേ അത് കാണാനൊരു സുഖം എനിക്ക് തോന്നിയില്ല. അങ്ങനെയാണ് സിൽവർ സ്റ്റാലിൻ എന്ന ബ്രാൻഡിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത്. പിന്നെ സിൽവർ സ്റ്റാലിൻ എടുക്കാൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽവർ സ്റ്റാലിൻ്റെ എല്ലാ എക്സോസ്റ്റിനും അവർ ലൈഫ് ടൈം വാറണ്ടിയാണ് കൊടുക്കുന്നത്. അത് എല്ലാ കമ്പനീസ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. സിൽവർ സ്റ്റാലിൻ ഒരു കോയമ്പത്തൂർ ബേസ്ഡ് കമ്പനിയാണ്. ക്വാളിറ്റിയൊക്കെ ടോപ്പ് നോച്ചാണ്. അത് പറയാൻ വേണം. ഞാൻ പൊതുവേ ഒരു ലൗഡ് എക്സോസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ഞാൻ ആദ്യമായിട്ട് സിൽവർ സ്റ്റാലിൻ്റെ എക്സോസ്റ്റ് വെച്ച് ഓടിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് ട്രയംഫിൻ്റെ സ്ക്രാംബ്ലർ 400 ആണ്. അതിൻ്റെ എക്സോസ്റ്റ് വിത്തൗട്ട് ദ DB ഒരു സൗണ്ടും ഇല്ല, എന്നാൽ അത്യാവശ്യം നല്ല പവറും ഉണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കറിയാം എല്ലാവരും എന്നെ പോലെ എല്ലാം ചിന്തിക്കുക, ചിലർക്ക് എക്സോസ്റ്റ് വെച്ചാൽ സൗണ്ടൊക്കെ വേണമെന്നുള്ളത്. ഈ ഒരു വണ്ടിയുടെ എക്സോസ്റ്റിന് അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. പക്ഷെ ഞാൻ DB വെച്ചിട്ടാണ് ഓടിക്കുന്നത്. എനിക്ക് വലിയ സൗണ്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, DB എടുത്തിട്ട് DBയിൽ കുറച്ച് ഹോൾസ് ഇട്ടു. അത് നിങ്ങൾക്ക് ഏതൊരു ലേത്ത് വർക്ക്ഷോപ്പിൽ പോയാലും അവർ ചെയ്തു തരും. പക്ഷേ ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ ചെയ്തതാണ്. അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു പവർ കൂടുതലാണ്. ഞാൻ എൻ്റെ എക്സോസ്റ്റ് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. ഹൈനസിൻ്റെ സ്റ്റോക്ക് എക്സോസ്റ്റ് നോട്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ഇത് കുറവാണെന്നേ പറയുള്ളൂ. DB കില്ലർ ഇല്ലാതെ സിൽവർ സ്റ്റാലിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്നുള്ളത് ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളൊന്ന് കണ്ടിട്ടോ. കണ്ടില്ലേ, അത്യാവശ്യം ലൗഡും ആണ്, അത്യാവശ്യം ബേസും ഉണ്ട്. എനിക്ക് പേഴ്സണലി ലൗഡ് എക്സോസ്റ്റ് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ DB കില്ലർ വെച്ച് ഓടുന്നത്. ഈ കാണുന്ന എക്സോസ്റ്റ് നിങ്ങൾക്ക് ഹോണ്ട ഹൈനസിലും വയ്ക്കാൻ പറ്റും, RSലും വയ്ക്കാൻ പറ്റും. ഇത് 3 കളേഴ്സിലാണ് വരുന്നത്. ഇത് ക്രോമാണ്. ഇതിന് തന്നെ ഒരു ബ്രഷ് മെറ്റൽ ഉണ്ട്, പിന്നെ ഒരു മാറ്റ് ബ്ലാക്ക് ഉണ്ട്. എനിക്കെന്തോ ഹൈനസിൽ ക്രോമാണ് കുറച്ചുകൂടി സൂട്ടബിൾ തോന്നി. അതുകൊണ്ട് ഞാൻ ക്രോം എടുത്തുള്ളൂ, വിച്ച് ഇസ് നോട്ട് ബാഡ്. ഈ വണ്ടിയിൽ എൻ്റെ ഓട്ടം ഫുള്ള് ഹൈവേസിലാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു ചോദ്യം നിങ്ങൾക്ക് മനസ്സിലുണ്ടാവുക അതിൻ്റെ മൈലേജ് എന്തായിരിക്കും എന്നുള്ളതാണ്. സിൽവർ സ്റ്റാലിൻ്റെ എക്സോസ്റ്റ് വെച്ചിട്ട് അത്യാവശ്യം കൈ കൊടുത്ത് തന്നെയാണ് ഓടിക്കുന്നത്. അങ്ങനെ ഓടിക്കുമ്പോൾ എനിക്കൊരു 30-32 ഒക്കെയാണ് ഹൈവേസിൽ കിട്ടുന്നത്. സിറ്റിക്കകത്ത് ഞാൻ വണ്ടി അധികം എടുക്കാറേ ഇല്ല. എന്നാലും എനിക്ക് സിറ്റിക്കകത്ത് ആവറേജ് 30 ഒക്കെ കിട്ടുന്നുണ്ട്. ഹൈവേസിലാകുമ്പോൾ അത്യാവശ്യം കൈ കൊടുത്ത് തന്നെയാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ എനിക്കൊരു 30-32 ഒക്കെ കിട്ടുന്നുള്ളൂ. വിച്ച് ഓൺ ദ അതർ സൈഡ് സ്റ്റോക്ക് ആയിരുന്നപ്പോൾ എനിക്കൊരു എത്ര കൈ കൊടുത്ത് പോയാലും എനിക്കൊരു 35-36 ഒക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ മൈലേജ് ഡ്രോപ്പ് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ഗിവൺ നിങ്ങൾ കൈ കൊടുത്തല്ല സമാധാനത്തിലാണ് ഓടിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ മൈലേജ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സിൽവർ സ്റ്റാലിൻ്റെ ഈ എക്സോസ്റ്റിൻ്റെ പ്രൈസ് വരുന്നത് 8,999 ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കമ്പനി ലൈഫ് ടൈം വാറണ്ടിയാണ് സിൽവർ സ്റ്റാലിൻ്റെ എല്ലാ എക്സോസ്റ്റിനും കൊടുക്കുന്നത്. അത് ഒരു പ്ലസ് തന്നെയാണ്. ഈ എക്സോസ്റ്റ് വെച്ചതിന് ശേഷം എനിക്ക് മെയിൻലി ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുള്ളത് മിഡ് റേഞ്ചിലും ടോപ്പ് എൻഡിലുമാണ്. ടോപ്പ് എൻഡ് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്തവർക്ക് ഒന്നുകൂടെ പറയുകയാണ്, ഹൈനസ് അല്ലെങ്കിൽ ഒരു CB350 എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുഷ് ചെയ്ത് ഓടിക്കേണ്ട ഒരു വണ്ടിയല്ല. ഈ വണ്ടിയുടെ ഒരു കംഫർട്ടബിൾ ക്രൂസിംഗ് സ്പീഡ് എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 110-120 ഒക്കെയാണ് മാക്സിമം. ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ എക്സോസ്റ്റ് വെച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കൊരു 140 ഒക്കെ കയറ്റാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഞാൻ അത് വണ്ടിയുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുഷ് ചെയ്ത് മാക്സിമം കയറുന്നതാണ്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് വണ്ടി ഓടിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു 5th ഗിയറിലോട്ട് ഒരു 110 വരെ നിങ്ങൾക്ക് ഈസിലി ക്രൂസ് ചെയ്ത് പോകാം. അത് ഈ എക്സോസ്റ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത് പെട്ടെന്ന് എത്താൻ പറ്റും. എൻ്റെ ഈ ബൈക്കിൽ ഞാൻ BMCയുടെ എയർ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്, ഇറിഡിയം സ്പാർക്ക് പ്ലഗ്സ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 4 മാസം മുൻപേ ഞാൻ ഈ സിൽവർ സ്റ്റാലിൻ്റെ എക്സോസ്റ്റ് വെച്ചിട്ടുള്ളത്. എൻ്റെ ഓട്ടം കംപ്ലീറ്റ്ലി ഹൈവേസിലാണ്. അതുകൊണ്ട് ഐ എം വെരി ഹാപ്പി വിത്ത് ദ പെർഫോമൻസ്. ഇനി സിറ്റിക്കകത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ DB കില്ലർ വെച്ചിട്ടാണ് വണ്ടി ഓടുന്നത്. സിറ്റിക്കകത്ത് വളരെ ലിമിറ്റഡ് ആണ് ഞാൻ ഈ വണ്ടി ഓടിക്കുന്നത്. എന്നാലും അത്യാവശ്യം നിങ്ങൾ കൈ കൊടുത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി അത്യാവശ്യം നല്ലപോലെ റെസ്പോൺസീവ് ആണ്. നിങ്ങൾക്കതല്ല കുറച്ച് ലൗഡ് എക്സോസ്റ്റ് ആണ് താല്പര്യം എന്നുണ്ടെങ്കിൽ DB കില്ലർ അയച്ചു വെച്ചാൽ മതി. അത്യാവശ്യം നല്ല ലൗഡാണ്. ഇത് എൻ്റെ മാത്രം പ്രശ്നമാണെന്ന് അറിയില്ല. ഒരു ലൗഡ് എക്സോസ്റ്റ് വെച്ച് ഓടിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പ് വരും. അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടിയിൽ DB അഴിക്കാത്തത്. ആ ഒരു ബേസ് നോട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറയ്ക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭയങ്കര അനോയിങ് ആയിട്ട് ഫീൽ ചെയ്യും. ഇത് എൻ്റെ മാത്രം പ്രശ്നമാണെന്ന് അറിയാൻ പാടില്ല, പക്ഷേ എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. നിങ്ങൾ എക്സോസ്റ്റ് മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സിൽവർ സ്റ്റാലിൻ ആണെങ്കിലും റെഡ് റൂസ്റ്റർ ആണെങ്കിലും അല്ലെങ്കിൽ പവറേജ് ആണെങ്കിലും ഏതൊരു എക്സോസ്റ്റ് വാങ്ങി വെച്ചാലും എൻ്റെ കൂട്ടത്തിലൊരു ഫ്യൂലെക്സ് കൂടി വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഉത്തമമായിരിക്കും. പക്ഷേ ഫ്യൂലെക്സ് വാങ്ങി വെക്കുന്നതിന് മുന്നേ നിങ്ങൾ BMC ഫിൽറ്ററും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ എക്സോസ്റ്റും കൂടി ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടി നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് പെർഫോമൻസിൽ ഫീൽ ചെയ്യും. എത്രയൊക്കെ പെർഫോമൻസ് അപ്ഗ്രേഡ്സ് നമ്മൾ ഒരു ഹോണ്ട CB350 ചെയ്താലും വണ്ടിക്ക് അതിൻ്റേതായ ലിമിറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു മാരക പെർഫോമൻസ് ഒന്നും ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഡെഫിനറ്റ്ലി സ്റ്റോക്ക് ബൈക്ക് വെച്ച് നോക്കുമ്പോൾ മച്ച് ബെറ്റർ ആയിരിക്കും. ആ ഒരു കാര്യത്തിൽ നോ ഡൗട്ട്. ചെറിയൊരു പുള്ള് കാണിച്ചു തരാം. നമ്മളിപ്പോൾ 2nd ഗിയറിലാണ്, ഓൾമോസ്റ്റ് 60 കിലോമീറ്റേഴ്സിൽ.
ഞാനീ പറഞ്ഞ പോലെ 140 ഒക്കെ കയറാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും, പക്ഷേ ഡെഫിനറ്റ്ലി നിങ്ങൾ 140 എന്തായാലും എത്തും. ഒരു സ്റ്റോക്ക് ബൈക്ക് ഒരിക്കലും 140 എത്തില്ല. ഒരു 120 130 കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റക്കാണ്. BMCയുടെ ഫിൽറ്റർ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് 130 എന്നുള്ളത് 135 വരെയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. എക്സോസ്റ്റും കൂടി മാറിക്കഴിഞ്ഞപ്പോൾ എക്സോസ്റ്റിൽ നിങ്ങൾ ഫുൾ ത്രോട്ടിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 140 ക്ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ഹോണ്ടയുടെ സ്പീഡോമീറ്റർ എത്രത്തോളം ആക്യുറേറ്റ് ആണ് എന്നുള്ളതാണ്. ചില സമയത്തൊക്കെ ഗൂഗിൾ മാപ്സ് നമ്മൾ ഫോണിൽ വെച്ച് കഴിയുമ്പോൾ ഗൂഗിൾ മാപ്പിൽ സ്പീഡ് കാണിക്കുമല്ലോ. ഹൈനസിൽ 100 കാണിക്കുമ്പോൾ ഗൂഗിൾ മാപ്സിൽ കാണിക്കുന്ന 93 94 ആണ്. അത് ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഓരോ വണ്ടികളുടെ സ്പീഡോമീറ്റർ അത്ര ആക്യുറേറ്റ് അല്ല എന്നുള്ളത്. അപ്പോൾ ഹോണ്ടയുടെ കാര്യത്തിൽ ആ ഒരു ഡൗട്ട് സത്യം പറഞ്ഞാൽ എനിക്കുണ്ട്. ഹോണ്ട എന്ന് പറയുമ്പോൾ എല്ലാ ഹോണ്ടയുടെ ബൈക്സും അല്ല കേട്ടോ. ഹോണ്ട CB350 എനിക്ക് തോന്നിയൊരു കാര്യമാണ്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, അതായത് സിൽവർ സ്റ്റാലിൻ്റെ എക്സോസ്റ്റ് ഹീറ്റ് ആവുന്നത് വളരെ കുറവാണ്. നമ്മൾ അത്യാവശ്യം കൈ കൊടുത്ത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് ആണെങ്കിലും പെട്ടെന്ന് ചൂടാവും. സിൽവർ സ്റ്റാലിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എക്സോസ്റ്റ് അങ്ങനെ അങ്ങ് ചൂടാവില്ല. നമ്മളൊരു 40 കിലോമീറ്റേഴ്സൊക്കെ നല്ല കൈ കൊടുത്ത് ഓടിച്ചു കഴിഞ്ഞാലും അത്രയ്ക്ക് അങ്ങോട്ട് ചൂടാവുന്നില്ല. അത് ബാക്കിയുള്ള എക്സോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ സിൽവർ സ്റ്റാലിൽ എനിക്ക് തോന്നിയൊരു പ്ലസ് ആണത്. ഒന്ന് വലിച്ചെടുത്ത് കാണിച്ചു തരാം. ഇതേപോലെ നിങ്ങളൊരു ഓപ്പൺ റോഡിൽ കൈ കൊടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BMCയുടെ എയർ ഫിൽറ്റർ, ഇറിഡിയം സ്പാർക്ക് പ്ലഗ്സും ഈ സിൽവർ സ്റ്റാലിൻ്റെ എക്സോസ്റ്റ് വെച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് 140 ക്ലോക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സ്റ്റോക്ക് എക്സോസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈസിലി ഒരു 120 ഒക്കെ ക്രൂസ് ചെയ്ത് അങ്ങ് പോകാം. ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. സിൽവർ സ്റ്റാലിൻ്റെ ഒരു പെർഫോമൻസ് എക്സോസ്റ്റ്, അതായത് ഹോണ്ട CB350, അത് നിങ്ങളുടെ ഹൈനസ് ആണെങ്കിലും RS ആണെങ്കിലും ഈ എക്സോസ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ എക്സോസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻസിൽ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ മെസ്സേജ് അയക്കാവുന്നതാണ്. ഇനിയൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ സണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ.